എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് മൈ ഗ്ലാം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് പ്രഗ്നൻസിയെ പറ്റിയാണ്. എയർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയാണ്. ഉള്ള പരിമിതികൾക്കനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം വീഡിയോ എടുത്ത് തരാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൂടെ ആളില്ല. അതുകൊണ്ട് അതനുസരിച്ചാണ് വീഡിയോസ് ഇടുന്നത്. പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി എനിക്ക് വലിയ പഠിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും ആ ഒരു കാര്യം എൻ്റെ അനുഭവത്തിലേക്ക് വന്നു തുടങ്ങി. ഇപ്പം ഞാൻ 7 month പ്രഗ്നൻ്റ് ആണ്. ആ കാര്യം എൻ്റെ അനുഭവത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെ പ്രഗ്നൻസിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എൻ്റെ എയർലി പ്രഗ്നൻസി സിംറ്റംസിൽ അതായത് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് 12 ദിവസത്തിന് ശേഷം എനിക്ക് ആദ്യം ചെറിയ തലവേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന വജൈനൽ ഡിസ്ചാർജ് ഇല്ലേ, വജൈനൽ ഡിസ്ചാർജ് വൈറ്റ് കളറിൽ വരുന്നത്, അത് ഒരു ചെറിയ പത പോലെ. പിന്നെ അതിന് സ്മെല്ലും കാര്യങ്ങളുണ്ടായിരുന്നു. സ്മെല്ലും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമ്മൾ ഇപ്പോൾ തലേ ദിവസം നമ്മൾ അപ്പത്തിനും ദോശയ്ക്കൊക്കെ മാവ് അരച്ചിടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നൊരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിനൊരു പുളിപ്പ് മണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പുളിപ്പ് മണം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിന് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് പറയുന്നു. പക്ഷെ എയർലി പ്രഗ്നൻസിയിൽ ആ സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും വരത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ നിപ്പിള് ഏരിയയുള്ള ഭാഗങ്ങളൊക്കെ ലൈറ്റ് കളറായിട്ട് ഇരുന്നത് കുറച്ച് ഡാർക്ക് കളറിലേക്ക് മാറി. പിന്നെ ഉണ്ടായിരുന്ന സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ ലിക്വിഡ് കണക്കുള്ള ഒരു ഇത് വരാൻ തുടങ്ങി. പക്ഷെ നമ്മൾ കുഞ്ഞിനെ മുലയൂട്ടാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സമയമാണല്ലോ എയർലി പ്രഗ്നൻസിയിലുള്ളത്. അപ്പം നമ്മളെല്ലാ വിധത്തിലും നമ്മുടെ ശരീരം തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റും അതിനു വേണ്ടി തയ്യാറാകും. അപ്പം എനിക്ക് വന്നത് ആദ്യമേ എനിക്കുണ്ടായ സിംറ്റംസ് തലവേദന ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ജലദോഷത്തിൻ്റെ ഇത് വരുന്നുണ്ടായിരുന്നു, പിന്നെ തൊണ്ടയ്ക്ക് ചെറിയ വേദന വരുന്നുണ്ടായിരുന്നു. പിന്നെയുള്ള സിംറ്റമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് ചെറിയൊരു പുളിപ്പ് മണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ബ്രസ്റ്റിന് വെള്ളം ഒക്കെ വീഴുമ്പോഴത്തേക്കും നല്ല വേദന ഉണ്ടായിരുന്നു. വേദന പോരാഞ്ഞിട്ട് അതിൽ നിന്നൊരു ലിക്വിഡ്, അതായത് കുഞ്ഞിന് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പാകമാകാൻ തുടങ്ങുന്നത്, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ തുടങ്ങുന്നതിൻ്റെ ഇതിലായതുകൊണ്ട് നിപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ ലിക്വിഡ് പോണക്ക് ഒരു ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞ, അതായത് പീരിയഡ്സിന് 4-5 ദിവസം മുൻപ് ശരീരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പം, അതായത് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങിയപ്പം ആ സിംറ്റംസ് വെച്ച് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞിട്ട് പീരീഡ് മിസ്സായി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ടെസ്റ്റ് കാർഡിൽ ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവാണ് കാണിച്ചത്. അപ്പം എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലരുടെയും പല വിധത്തിലുള്ള ശരീരഘടനയായിരിക്കും. അതുകൊണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും പലർക്കും ഉണ്ടാകുന്നത്. പിന്നെ നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ആ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ പ്രഗ്നൻ്റ് ആവുന്നതിന് ആയി എന്നുള്ളൊരു വലിയൊരു സിഗ്നൽ എനിക്ക് കിട്ടിയത്, എൻ്റെ ശരീരം ഓൾറെഡി മഴക്കാലമായാലും വേനൽക്കാലമായാലും എപ്പോഴും എനിക്കൊരു എന്താ പറയുക, മൂടിപ്പുറച്ച് കിടന്നുറങ്ങുക അങ്ങനെയുള്ളൊരു രീതിയാണ്. അപ്പം ആ ഒരു രീതിയിൽ വെച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പീരീഡ് മിസ്സാവുന്നതിന് ഒരാഴ്ച മുൻപ് തൊട്ട് തന്നെ ശരീരം നന്നായിട്ട് ചൂടാവാൻ തുടങ്ങി. അതായത് നന്നായിട്ട് ചൂടാവാൻ തുടങ്ങി. ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ
പതിവില്ലാതെ രീതിയിൽ രാത്രി 12 മണിക്ക് കുളിക്കുക, പിന്നെ 2 മണിക്ക് കുളിക്കുക. പിന്നെ എനിക്ക് ഫാൻ ഇട്ടിടത്തൊന്നും ചൂട് മാറത്തില്ലാത്ത അവസ്ഥ പോണക്ക് വന്നു. ഞാൻ ആദ്യം ഓർത്തു എന്താ സംഭവം എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പീരീഡ് മിസ്സായി കഴിഞ്ഞപ്പം എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ, അതായത് ഉണ്ടായ സിംറ്റംസ് എല്ലാം ഞാൻ നോക്കി. അപ്പം നോക്കിയപ്പോഴാണ് പീരീഡ് മിസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും പോസിറ്റീവാണെന്ന് അറിയാൻ സാധിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഉള്ള പരിമിതികൾക്കനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നെ ആരും സഹായിക്കാനൊന്നുമില്ല. പിന്നെ എത്രത്തോളം എങ്ങനെയാണ് ഏത് രീതിയിലാണ് വീഡിയോകൾ കറക്റ്റാക്കി ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതായത് ഫസ്റ്റ് ഇയർലി പ്രഗ്നൻസി സിംറ്റമായിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ പല വീഡിയോസ് കാണുമ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാനും അതുപോലെ കാത്തിരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു പീരീഡ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കും. ഞാനും ചെയ്തു നോക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ ആകാംക്ഷയാണ്, എന്തായി, അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള ആകാംക്ഷകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ശരീരം നന്നായിട്ട് ചൂടാവും. ചിലർക്ക് നല്ല തണുപ്പായിരിക്കും. എനിക്ക് എന്തായാലും എൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, നമുക്ക് ഇപ്പം മറ്റുള്ളവർ പറഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ മറ്റുള്ള വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞാലും നമ്മളെന്താ ചെയ്യണേ, നമുക്കത് അനുഭവം വന്നെങ്കിലല്ലേ നമുക്കത് ഇന്ന രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പ്രഗ്നൻസിയുടെ ഇതാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് പീരിയഡ്സിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ട്. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്ന ആ അവസ്ഥ, അതായത് ഇപ്പം ഞാൻ 7 മന്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പോഴാണ് നമുക്ക് ഓരോ മാസത്തെയും ഏർലി പ്രഗ്നൻസി സിംറ്റംസും ഇന്ന രീതിക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് പഠിച്ചിട്ടൊന്നുമല്ല പറയണത്, അനുഭവത്തിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.